മന്ദബുദ്ധികളെ, മണ്ടന്മാരെ, കാലം ഇത്രയും ഇയാൾ നിങ്ങളെ പറ്റിക്കുകയായിരുന്നു. അയാളുടെ രോഗത്തിന് അയാൾ ആശുപത്രിയിലേക്കാണ് ചികിത്സ തേടുന്നത്. ഇതിന്റെ ബാക്കിൽ എന്തോ ഗൂഢാലോചനയാണെന്ന് നമ്മളെ അഭിപ്രായം പറയുന്നത്. അയാളുടെ ഒരു മുട്ടുവേദന പോലും അയാൾക്ക് മാറ്റാൻ കഴിഞ്ഞിട്ട് അയാളെ സ്വന്തം ഉമ്മ പറയാണ്, ഞാൻ ഇയാളെ മരുന്നൊന്നും എടുക്കല, ഞാൻ പുറത്തു പോയിട്ട് മരുന്നെടുക്കരുത്. പിന്നെ എന്തിനാ പുറത്തു പോയി മരുന്ന് മേടിക്കുന്നത്? അപ്പൊ നല്ലായ ആരൊക്കെ വന്നിട്ട് സുഖമില്ലാത്ത ഈ ഇസ്ലാമിന്റെ നിയമപ്രകാരമായ ഖുർആനിലുള്ള ചികിത്സ നടത്തിയിട്ട് പോകുന്നതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇയാൾക്ക് ഒരു കഴിവില്ല, ഒരു മണ്ണാക്കിട്ടില്ല, നിങ്ങളെ പണം മാത്രമാണ് അയാളുടെ ലക്ഷ്യം. ഒരു 10 ദിവസത്തിന് ഇടയ്ക്ക് ഇവിടെ നിന്ന് മരുന്നൊക്കെ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷൻ ലഭിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ കൂടാതെ ദുആയിലൂടെ പിന്നെ രോഗം മാറാൻ വേണ്ടി 500K, ഫലിച്ചാൽ 25,000K. എന്താ സുഗുണം മന്ത്രിച്ചാൽ ശരിയാണെന്നുണ്ട്. നമസ്കാരം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഷിഹാബുദ്ദീൻ ഫൈസി എന്ന മന്ത്രവാദിയെ കുറിച്ചാണ് ഇത്തവണയും സംസാരിക്കുന്നത്. ഇന്ന് ആരോഗ്യ വകുപ്പിൻ്റെയും വിദ്യാനഗർ പോലീസിൻ്റെയും സംയുക്തമായ പരിശോധന ഷിഹാബുദ്ദീൻ ഫൈസിയുടെ വീട്ടിൽ ഉണ്ടായി. 10:45 ഈ റെയ്ഡ് ആരംഭിച്ചത്. സംഭവ സ്ഥലത്ത് ഞാനടക്കമുള്ള നിരവധി മാധ്യമ പ്രവർത്തകർ അവിടെ തടിച്ചുകൂടിയിരുന്നു. ഞങ്ങൾ ആദ്യം അവിടെ കടന്നു ചെല്ലുന്നത് ഈ ഷിഹാബുദ്ദീൻ ഫൈസുദ്ദീൻ്റെ ട്രീറ്റ്മെൻറ്റ് റൂമിലാണ്. പരിശോധന മുറിയാണ്. ആ പരിശോധന മുറി ഒരു തരം എന്താ പറയുന്ന ഒരു ആവാഹനം റൂം, ഒരു എന്താ പറയുക പൂജാ കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന പോലത്തെ റൂം പോലെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ചുറ്റും ഈ ഒരു പച്ച തോരണനും അതും ഇതുമൊക്കെ കെട്ടിയിട്ട് വല്ലാത്തൊരു അന്തരീക്ഷം, ആ റൂമിന് വല്ലാത്തൊരു അന്തരീക്ഷം. പിന്നെ ഇദ്ദേഹം ഇരിക്കുന്നതിൻ്റെ സൈഡിലായിട്ട് 2 സർട്ടിഫിക്കറ്റുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. ആ സർട്ടിഫിക്കറ്റിൽ പരിശോധിച്ചപ്പോൾ മനസ്സിലായത് ഇയാൾ ഒരു സുഖചികിത്സയ്ക്ക് പോയപ്പോൾ നൽകിയ സർട്ടിഫിക്കറ്റാണ്. ആ സർട്ടിഫിക്കറ്റ് വെച്ചാണ് ഇയാൾ ഈ നാട്ടുകാരെ മൊത്തം പരിശോധിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ പോലീസ് അതെടുത്ത് കയ്യിൽ പിടിച്ചു. പിന്നെ പോലീസ് ആ വീട് മുഴുവനും സെർച്ച് ചെയ്തു. അവിടെ കണ്ടത് നിരവധി അലോപ്പതി മരുന്നുകളാണ്. അവരുടെ കുട്ടികൾക്ക് അലോപ്പതി, ഉമ്മക്ക് അലോപ്പതി, ഇയാൾക്ക് അലോപ്പതി, ഇയാളുടെ ഗുളികകൾ, ഇയാളുടെ മരുന്നുകൾ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അവിടെ കണ്ടു. പോലീസ് ഇതൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ആരുതാണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇയാളുടെ അരികിൽ ചികിത്സിക്കാൻ വരുന്ന ആളുകളോടെല്ലാം മുട്ടുവേദനയ്ക്ക് 500, മുട്ടുവേദന മാറാൻ വേണ്ടി 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ മുട്ടുവേദന മാറും. ഇയാളുടെ കാല് ശരിക്കും നിലത്ത് കുത്താൻ പറ്റായിട്ട് ഏതോ അക്യുപഞ്ചർ മെഷീനൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇയാൾ നടക്കുന്നതെന്നാണ് ഇയാൾ പറയുന്നത്. ഒരു അക്യുപഞ്ചർ മെഷീൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആൾ എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ കാലുവേദനയ്ക്ക് വേണ്ടി ഞാൻ ഇടുന്ന സാധനമാണെന്ന് പറഞ്ഞത്. അപ്പോൾ നാട്ടുകാരുടെ മുട്ടുവേദന മാറാൻ വേണ്ടി 500 രൂപ. ഇയാളുടെ മുട്ടുവേദന വേണ്ടിയിട്ട് അക്യുപഞ്ചറിൻ്റെ മിഷൻ. നാട്ടുകാരുടെ ഏത് രീതിയിലുള്ള രോഗമാണെങ്കിലും, അതിന് വലിയ രോഗം ക്യാൻസർ ആണെങ്കിലും ശരി, ഇയാൾ ചികിത്സിക്കുന്നത് ബാലസുത നൽകിയിട്ടാണ് ഇയാൾ ചികിത്സിച്ചത്. പിന്നെ എൻ്റെ കൂടെ ഒരു ചൂർണം, അതിൻ്റെ കൂടെ വേറൊരു ചൂർണ്ണമുണ്ട്, അതിൻ്റെ പേരെങ്ക് വിട്ടുപോയി, ആരാമൽ ചൂർണം, അങ്ങനത്തെ ഒരു ചൂർണം കൂടി അതിനോടൊപ്പം മിക്സ് ചെയ്തിട്ട് ഈ ബാലസുതയുടെ ബോട്ടിൽ നിന്നും ഈ പിള്ളേർ വൈറ്റനിങ് ക്രീം ഉണ്ടാക്കാറില്ല, കുറേ മിക്സ് ചെയ്തിട്ട് അതുപോലെ ബാലസുതയും ഈ ചൂർണം മിക്സ് ചെയ്തിട്ട് വേറൊരു ഡബ്ബയിലിട്ടിട്ടാണ് ഈ ആൾക്കാർക്ക് കൊടുക്കുന്നത്. അങ്ങനെ ഈ സാധനം കണ്ടെത്താൻ വേണ്ടി കുറേ ശ്രമിച്ചു, പക്ഷെ അത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പിന്നെ ഇയാൾ പറഞ്ഞു ഞാൻ മന്ത്രം ജപിച്ച് മാത്രമേ നൽകാറുള്ളൂ, 100 ജപിച്ച് മാത്രമേ നൽകാറുള്ളൂ, എടുക്കറിയാണ്ട് പറഞ്ഞു ഞാൻ മുട്ടയിൽ കൂടോത്രം ചെയ്യാറുണ്ടെന്നൊക്കെ അറിയാണ്ട് പറഞ്ഞു പോയി. പിന്നീട് അയാൾ മാറ്റി പറഞ്ഞു. അങ്ങനെ ഇയാൾ പറഞ്ഞ ഞാൻ തേനിൽ മന്ത്രിച്ച് ഊതാറുണ്ട്, അങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ അയാൾ പറഞ്ഞു. അവസാനം ഇയാളുടെ സഹായിനെ പിടിച്ചു പോലീസ് വിളിച്ചു വരുത്തി. എന്നിട്ട് ഒറ്റ റൂമിലിട്ടൊന്ന് കുടഞ്ഞപ്പോൾ എല്ലാ കാര്യങ്ങളും പുറത്തായി. ഇയാൾ ഈ ബാലസുതയുടെ കാര്യവും ചൂർണത്തിൻ്റെ കാര്യവും 15-ാം തീയതി വൈകുന്നേരം 8 മണിക്ക് ഫക്രുദ്ദീൻ്റെ മകൻ ജല്ലു എന്ന് പറയുന്ന ആലമ്പാടിക്കാരൻ്റെ വീട്ടിലേക്ക് ഈ മരുന്നുകളൊക്കെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. 8:30 മണിക്ക് ഇയാളുടെ ജലാലിൻ്റെ കാറിൽ ഈ മരുന്നുകളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെന്ന് ഇവരുടെ ഉമ്മയും പറഞ്ഞു. ഈ പറഞ്ഞ സഹായവും പോലീസോട് വ്യക്തമായി പറഞ്ഞു. പോലീസ് അവിടെ പരിശോധനയ്ക്ക് എത്തുന്നുള്ള വിവരം മുൻകൂട്ടി മനസ്സിലാക്കിയ ബുദ്ധിരാക്ഷസനാണ് ഇയാൾ. അപ്പോൾ അത്തരം മരുന്നുകളൊക്കെ കൃത്യമായി തന്നെ ഇയാളത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതപ്പോൾ ചോദിച്ചപ്പോൾ മനസ്സിലായത് ആ പോക്സോ കേസുമായി ബന്ധപ്പെട്ട്, അതായത് നമ്മുടെ ആദവനാട് ഉസ്താദ് ഒളിവിൽ കഴിഞ്ഞ ഒരു സ്ഥലം കൂടിയാണല്ലോ. അപ്പോൾ പോലീസ് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ കണ്ടെത്താനുള്ള സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ ഈ മരുന്നൊക്കെ അവിടെ നിന്ന് മാറ്റിയതെന്നാണ് മനസ്സിലാക്കിയത്. അതായത്
ഞാൻ നേരത്തെ പറഞ്ഞു ഇയാളുടെ വീട്ടിൽ കണ്ട കുറേ മരുന്നുകളുടെ കാര്യം. പിന്നെ ഇയാളുടെ ഒരു ഡയറി കണ്ടു. ഡയറി ഞാൻ എഴുതിയിട്ടുള്ളത് ഓപ്പറേഷൻ കൂടാതെ ദുആയിലൂടെ പിന്നെ രോഗം മാറാൻ വേണ്ടി 500 ക, ഫലിച്ചാൽ 25,000 ക. പിന്നെ 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 പല രോഗങ്ങളും പറഞ്ഞ് 1000 കാൻ്റെ ദുആ, 2000 കാൻ്റെ ദുആ, 3000 കാൻ്റെ ദുആ, 5000 കാൻ്റെ ദുആ എന്നൊക്കെ എഴുതിയിട്ട് ഒരു പുസ്തകമുണ്ട്. ഒരുപാട് ആളുകൾ ഇങ്ങനെ ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഏൽപ്പിച്ച കാര്യമാണ്. എന്നാൽ ഇന്ന് രാവിലെ ഇത്രയും വിവാദങ്ങളും ഇത്രയും പ്രശ്നങ്ങളും ഉണ്ടായിട്ടും ഇന്ന് രാവിലെ 6 ആളുകൾക്ക് ടോക്കൺ നൽകിയാണ്. ഈ 6 ആളുകളെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ കൈയിട്ടൊന്ന് നമിക്കും കേട്ടാ. മന്ദബുദ്ധികളെ, മണ്ടന്മാരെ, കാലം ഇത്രയും ഇയാൾ നിങ്ങളെ പറ്റിക്കുകയായിരുന്നു. അയാളുടെ രോഗത്തിന് അയാൾ ആശുപത്രിയിലേക്കാണ് ചികിത്സ തേടുന്നത്. അയാളുടെ ഒരു മുട്ടുവേദന പോലും അയാൾക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. അയാളെ സ്വന്തം ഉമ്മ പറയാണ് ഞാൻ ഇയാളെ മരുന്നൊന്നും എടുക്കല്ല, ഞാൻ പുറത്ത് പോയിട്ട് മരുന്നെടുക്കരുത്. അയാളെ സ്വന്തം ഉമ്മ എന്ന് പറയാണ്. കാരണം ഉമ്മാൻ്റെ കുറേ മരുന്ന് കണ്ടു. അപ്പോൾ പോലീസ് ചോദിച്ചു എന്തിനാണ് അപ്പോൾ മോൻ്റെ മരുന്ന് അല്ല, ആ വീഡിയോയിലുണ്ട്, മരുന്ന് ഉപയോഗിച്ചാൽ പോരെന്ന് വെച്ച്. അപ്പോൾ പറയാണ് ഇയാളെ മരുന്നൊന്നും ഞാൻ എടുക്കാറില്ല. ഇത്രയും ഒരു തട്ടിപ്പുകാരൻ്റെ അടുത്തൊക്കെ പോയിട്ട് ഈ എന്താ പറയുന്നത് നിങ്ങളെ ജീവിതം കളയണം. എന്താ സുഗുണം മന്ത്രിച്ച ശരിയാകുന്നുണ്ട്. ഇയാൾക്ക് ഒരു കഴിവില്ല, ഒരു മണ്ണാക്കിട്ടില്ല. നിങ്ങളെ പണം മാത്രമാണ് അയാളുടെ ലക്ഷ്യം. പണം മാത്രമാണ് അയാളുടെ ലക്ഷ്യം. ഇത്രയധികം അലോപ്പതി മരുന്ന് കഴിക്കുന്ന മനുഷ്യൻ്റെ അടുത്ത് പോയിട്ട് രോഗം മാറാൻ മന്ത്രിച്ചാൽ ശരിയാവുന്നു. ഇങ്ങനെ കുറേ മതത്തിൻ്റെ പേര് പറഞ്ഞ് കുറേ ആൾക്കാരെ പൊട്ടം ഇറക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനി അത് അവസാനം പരിശോധന താൽക്കാലികമായി പോലീസ് അവസാനിപ്പിച്ചു. പിന്നെ നിങ്ങൾ പുറത്തു പോയി മരുന്ന് മേടിക്കുന്നത്? മാറത്തില്ലേ? നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറത്തില്ലേ? പോലീസ് സ്റ്റേഷനിലേക്ക് 5 മണിക്ക് പോകാൻ പറഞ്ഞിട്ട് ഒരു നോട്ടീസ് നൽകിയിട്ട് വിട്ടയക്കും. അയാൾ അറസ്റ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്യാനുള്ള മരുന്നൊന്നും ലഭിച്ചിട്ടില്ല. ഇയാൾ ഭയങ്കര തന്ത്രശാലിയാട്ടാ. അതൊക്കെ സൂപ്പറാണ്, അതൊക്കെ സമ്മതിച്ചു കൊടുക്കണം. കാട്ട് ബുദ്ധിയാണ്. അതിൻ്റെ കാട്ടിന് ശേഷം വരുന്ന കാര്യം നിങ്ങൾ പൂരിപ്പിച്ചോ. കാട്ട് ബുദ്ധിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ പറയാൻ. അപ്പോൾ ഇത്രയും ഒരു മനുഷ്യരെ പൊട്ടന്മാരാക്കുന്ന രീതിയിൽ ജനങ്ങളെ വഞ്ചിക്കുന്ന ഇതുപോലുള്ള ആളുകളെ തുറന്നു കാട്ടുമ്പോൾ നമ്മളെപ്പോലുള്ള ആളുകളെ എന്താ പറയുക പ്രതിരോധിക്കാനും നമ്മളെ സംഘപരിവാറിൻ്റെ ആലയത്തിൽ കൊണ്ട് കൂട്ടാനും ഒക്കെ ഒരുപാട് ആളുകൾ ഇപ്പോഴും ഇവിടെയുണ്ട്. ആ സ്റ്റിക്കർ ഞങ്ങൾക്ക് ചേരില്ല മക്കളെ. സത്യസന്ധമായി പറയണം, നിങ്ങൾ ജീവിതത്തിൽ ഞാനൊരു മുസ്ലിം മത വിശ്വാസിയാണ്, ഇതൊന്നും പറയേണ്ട കാര്യമല്ല. പക്ഷേ അതിനെ അർഹിക്കുന്ന ബഹുമാനത്തോടെ ജീവിക്കുന്ന ഒരാളാണ്. എപ്പോഴും വിശ്വസിക്കുകയാണ്. ശരിക്കും നമ്മൾക്കിടയിലുള്ള നമ്മളുടെ പ്രത്യക്ഷ ശത്രുവിനെയല്ല, നമ്മൾക്കിടയിൽ നിന്ന് നമുക്കിട്ട് പണി തരുന്ന ശത്രുവിനെയാണ് മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കാൻ തയ്യാറാകണം. ഇനിയും നിങ്ങൾക്ക് 1000 പ്രാവശ്യം ഇനി നിങ്ങളെന്നെ ആക്ഷേപിച്ചാലും എന്നെ പരിഹസിച്ചാലും എന്നെ എതിർത്താലും ഞാൻ കയ്യടി പ്രതീക്ഷിച്ച് വാർത്ത ചെയ്യുന്ന ഒരാളല്ല, കയ്യടി പ്രവർത്തിച്ച് പൊതുപ്രവർത്തനം നടത്തുന്ന ഒരാളോ അല്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ജോലിയായിട്ട് മുന്നോട്ട് പോകും. നിങ്ങൾക്ക് എന്നെ തടയാൻ പറ്റുന്ന ഏക മാർഗം അത് മാത്രമാണ്. അത് ചെയ്താലും അൽഹംദുലില്ലാ ഞാനങ്ങ് പോകും. എനിക്കൊരു പരാതിയോ പരിഭവമോ ഇല്ല. സെർച്ച് നടപടികൾ അവസാനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വ്യാജ ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നും തന്നെ നമുക്കിവിടെ നിന്ന് ലഭിച്ചിട്ടില്ല. പക്ഷേ 1-2 സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. ഇവിടെ ചികിത്സ നടന്നിട്ടുണ്ട് എന്നുള്ളൊരു സൂചന ലഭിച്ചിട്ടുണ്ട്. ഇയാളുടെ ഈ ഷിഹാബുദ്ദീൻ ഫൈസി എന്ന് പറയുന്ന ആളുടെ സഹായിയായിട്ടുള്ള അഷ്റഫിനെ ചോദ്യം ചെയ്തതിൽ നിന്നും ഇവിടെ മരുന്ന് ഇവിടെ നിന്നും മാറ്റിയിട്ടുണ്ട്. ഒരു 10 ദിവസത്തിന് ഇടയ്ക്ക് ഇവിടെ നിന്ന് മരുന്നൊക്കെ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷൻ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വരും അന്വേഷണത്തിൽ നമ്മളത് നോക്കുന്നതാണ്, എങ്ങോട്ടാണ് മാറ്റിയിട്ടുള്ളതെന്നും അത് എന്തൊക്കെ മരുന്നുകളാണ് മാറ്റിയിട്ടുള്ളതെന്നുള്ള കാര്യങ്ങൾ അടുത്ത് ചെക്ക് ചെയ്യുന്നതായിരിക്കും. CCTV ദൃശ്യങ്ങളടക്കം കഴിഞ്ഞ ദിവസങ്ങളിലെ CCTV ദൃശ്യങ്ങളടക്കം മായ്ച്ചു എന്നുള്ളൊരു പ്രശ്നമുണ്ടല്ലോ. CCTV ദൃശ്യങ്ങൾ ഞങ്ങൾ പരിശോധിച്ച് നോക്കിയതിൽ ഇവിടെ ബേക്കപ്പ് ഇല്ല. ഇന്നത്തെ ലൈവായിട്ടുള്ള വീഡിയോ മാത്രമാണ് ഇവിടെ ഉള്ളത്, ബേക്കപ്പ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ DVR സീസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് സൈബർ സെല്ലിലേക്ക് അയച്ചിട്ട് കൂടുതൽ തെളിവുകളുണ്ടോ എന്ന് പരിശോധിക്കുന്നു. ഞങ്ങളെല്ലാം ഈ ചുറ്റുപാടുള്ള ആൾക്കാരാണ്.
ഇവിടെ ഒരു പരാതി വന്നതായിട്ടോ ഒരു കംപ്ലൈന്റ് വന്നതായിട്ടോ നമ്മൾ കേട്ടിട്ടില്ല. ഇതുവരെ നമ്മൾ അറിവിലില്ല. ഇയാള് പുറത്ത് വന്നിട്ട് ഇവിടെ നിൽക്കുന്നതാണ്. അപ്പൊ നല്ലായ ആരൊക്കെ വന്നിട്ട് സുഖമില്ലാത്ത ഈ ഇസ്ലാമിന്റെ നിയമപ്രകാരമായ ഖുർആനിലുള്ള ചികിത്സ നടത്തിയിട്ട് പോകുന്നതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ അങ്ങനത്തെ ഇതുവരെ വന്നില്ല, ഒരു കംപ്ലൈന്റും ഇല്ല. ഞങ്ങൾ നാട്ടുകാരാണ്. അതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ നിൽക്കാൻ സമ്മതിക്കോ? ഞങ്ങൾ സമ്മതിക്കല്ല. ഞങ്ങൾ പുറം നാട്ടുകാരനാണ്. അപ്പൊ ഇങ്ങനത്തെ കേസുകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ താമസിക്കാൻ സമ്മതിക്കൂല. ഞങ്ങൾ അതന്നെ എന്താ ഇങ്ങനത്തെ എന്തെങ്കിലും കംപ്ലൈന്റ്സ് എന്തെങ്കിലും ഞങ്ങൾ അയൽവാസികളാണ്, തൊട്ടടുത്തുള്ള എല്ലാ പാലിക്കാരാണ് ഞങ്ങൾ. അപ്പൊ ഇങ്ങനത്തെ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ താമസിക്കാൻ സമ്മതിക്കില്ലായിരുന്നു. ഇയാളെ പറ്റിയിട്ട് ഒരു കംപ്ലൈന്റ് ഇതുവരെ വന്നിട്ടില്ല. ഇതിന്റെ ബാക്കിൽ എന്തോ ഗൂഢാലോചന ആണെന്ന് നമ്മളെ അഭിപ്രായം പറയുന്നത്. ഞങ്ങൾ എന്താ വെച്ചാൽ നമ്മളിവിടെ സ്ഥിരമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഞാൻ ഇയാളെ പറ്റിയിട്ട് ഒരു കംപ്ലൈന്റും ഇതുവരെ വന്നിട്ടില്ല. ഇവിടെ ആളുകൾ വരുന്നുണ്ടോ? ആൾക്കാർ വരുന്നുണ്ട്. ചികിത്സ ഇസ്ലാമിന്റെ നിയമപരമായ ഖുർആന്റെ ചികിത്സകൾ നടത്തുന്നുണ്ട്. ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. അവസാനം എല്ലാ പരിപാടികളും കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഒരു 3-4 ചെറുപ്പക്കാർ, 3-4 പേര് മാത്രമാണ് കേട്ടോ, അയൽവാസികളാണെന്നാണ് അവകാശപ്പെട്ടത്. അവരെ 1-2 പേരൊക്കെ വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരാളാണ്, ഒരാൾ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ് ഒക്കെയാണ്. അപ്പോൾ ഇവരൊക്കെ അവിടെ വന്നിട്ട് ഒരു രോഷത്തോടെ സംശയം അങ്ങനെയല്ല, ഇങ്ങനെയാണ് ഞങ്ങളിതുവരെ കേട്ടിട്ടില്ല, വിളിച്ചിട്ടില്ല, അയാൾ ഇസ്ലാമികമായ കർമ്മങ്ങളിലൂടെയാണ് രോഗം മാറ്റുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുറച്ചൊരു ഷോ ഒക്കെ കാണിക്കാൻ നോക്കി. അവരോടൊക്കെ പറയാനുള്ളത്, നിങ്ങളുടെ അറിവില്ലായ്മ ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. ഞങ്ങളുടെ പ്രവൃത്തി തുടർന്നു കൊണ്ടേയിരിക്കും. ഓക്കെ, നന്ദി, നമസ്കാരം.